ഇന്ന് ആദിക്കുട്ടൻ്റെ പിറന്നാൾ വിശേഷങ്ങളാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ റണ്ണിങ് കിഴക്കഞ്ചേരി എത്തി. അവിടെ ആളുടെ വീട്. എത്തുമ്പോൾ 7:30 വർക്കൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ പോയതാണ്. ഏകദേശം അവിടെയുള്ള ആൾക്കാരെല്ലാം വന്നു കഴിഞ്ഞു. 8 മണിക്കാണ് കേക്ക് മുറിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. 8 മണിയാകുമ്പോൾ കേക്കൊക്കെ വന്നു. കേക്ക് വന്നപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ഫോട്ടോ എടുക്കാനെല്ലാം തിരക്കായി. കേക്കെല്ലാം സെറ്റ് ചെയ്ത് കേക്ക് മുറിക്കുന്നത് നോക്കി ഇങ്ങനെ ഇരുന്നു. പരിചയപ്പെടുത്താൻ മറന്നു. എൻ്റെ ഇളയച്ചനും ഇളയച്ചിയാണ് കേട്ടോ. സജീഷ് വിജിത അതാണ് പേര്. സമയം ഇത്തിരി വൈകിയതിന് കാര്യമായിട്ട് ഡെക്കറേഷനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരം അല്ലേ, കുട്ടിക്ക് ഉറക്കം വരാൻ തുടങ്ങി. കേക്ക് മുറിക്ക് തന്നെ ആൾക്കാർ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പാടാൻ തുടങ്ങി. എല്ലാവരും വെയിറ്റിംഗ് ആണ്, കുട്ടികളെല്ലാം വെയിറ്റിംഗ്. ആള് പുതിയൊരു കാഴ്ച കാണുന്ന പോലെയാണ് കേക്ക് മുറിക്കുന്ന തകാളിൽ. കേക്ക് മുറി കഴിഞ്ഞത് ആഘോഷത്തിലാണല്ലോ. അവർ സ്പ്രേ ഒക്കെ ഇതൊക്കെ എൻ്റെ മേലേക്ക് അടിക്കുന്നത് എൻ്റെ മൊബൈലൊക്കെ ആവുന്നുണ്ട്. ഞാനിങ്ങനെ കവർ ചെയ്തുകൊണ്ടിരുന്നു. കുട്ടികൾക്ക് പറയുമ്പോൾ നല്ല സന്തോഷം പറഞ്ഞാൽ അത് തന്നെയല്ലേ സന്തോഷം. അതാണ് ആളുടെ അച്ഛൻ. ഹജീഷ് എന്നാണ് ആളുടെ പേര്. കട്ടി എന്നാണ് അവിടെയൊക്കെ വിളിക്കുന്നത്. അത് അമ്മയാണ്. നമ്മളൊരു ഓരത്ത് നിന്ന് വീഡിയോ എടുക്കാനാണ് ചെയ്തത്. ഫ്രണ്ടിൽ കുട്ടികളുടെ ഒരു സന്തോഷ പ്രകടനമാണ് വലുതായത്. പിന്നെ ഓരോരുത്തരായി ഓരോരോ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നത്. കുട്ടി തൻ്റെ തെന്നി പറഞ്ഞിരിക്കുന്നത് എൻ്റെ മകൻ അദ്വൈത്. എന്താ എനിക്ക് തെന്നി പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കുറച്ച് കേക്ക് കൊടുക്കല്ലേ. കുറച്ചാക്കി ആദ്യം എല്ലാം കഴിച്ചു, പിന്നെ കാളം മതിയാക്കിയിട്ടാ. ഇത് അമ്മായിയും മകനാണ്. സമ്മാനം ബോക്സിൽ കൊണ്ടുവന്നു. ഓരോ ബന്ധുക്കാരും സമ്മാനങ്ങൾ കൊടുക്കാൻ എല്ലാം വന്നു. ഭാര്യയും കുട്ടിയും. ചെറിയ സമ്മാനങ്ങളാണ് സന്തോഷങ്ങൾ വലുതാക്കുന്നത്. ഞങ്ങളുടെ വലിയമ്മയാണ് അല്ലേ. അമ്മായി, ഞാൻ കേക്ക് കൊടുത്തപ്പോൾ ആൾ കഴിച്ചില്ല. ആദ്യം മതിയായി കേക്ക്. കുറച്ചിങ്ങനത്തെ കൊടുത്തു. പിന്നെ ഓരോ നാട്ടുകാരും അവൻ്റെ വീട്ടുകാരും ബന്ധുക്കാരൊക്കെ വരാൻ തുടങ്ങി. ആളുടെ അളിയനാണ്. കുട്ടികളൊക്കെ വെയിറ്റിംഗ് ആണ് കേക്ക് പീസ് കഴിക്കാൻ പറഞ്ഞിട്ട്. തിരക്കേണ്ടി കേക്കൊക്കെ പീസാക്കാൻ വേണ്ടിയിരുന്നു. ഭാര്യൻ്റെ അടുത്ത് നിന്ന് വന്നതിനൊക്കെ ഒന്ന് ഫുള്ളായി കവർ ചെയ്യാൻ പറഞ്ഞു.
വീടിനുള്ളിൽ ഇരിക്കുന്നതിനൊക്കെ പോയി ഫുള്ളായി കവർ ചെയ്തു. വീട് ഓപ്പണിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഈ അടുത്ത മേലെ പണി കഴിഞ്ഞിട്ടുള്ളേ. കേക്ക് മുറിക്കുന്ന എൻ്റെ മകൻ കേക്ക് കിട്ടി, ആൾ വാങ്ങി നടന്നു. ഒരു പീസ് കേക്ക് കഴിക്കല കൊണ്ട് ഞാൻ അതിഥിങ്ങനെ നടന്നു. ഒരു മുട്ടായി വിതരണം ഉണ്ടായിരുന്നു, അതിൻ്റെ മുട്ടായി കൊടുക്കുന്നു. ഉള്ളിൽ നിന്ന് ചൂട് കൊണ്ട് പയ്യാൻ വെളി വന്നു കുറച്ച് നേരം നിന്നു. കാറ്റേ ഇല്ല, നല്ല ചൂടല്ലേ, അതിൻ്റെ ഒരു ആവി പൊങ്ങൽ. 2-3 തരം കേക്ക് 2-3 സ്ഥലത്ത് പോയി വാങ്ങി കഴിച്ചിട്ടോ. സമ്മാനം കിട്ടിയതിൽ കളിക്കാൻ തുടങ്ങി പിള്ളേൻ്റെ വക. കുട്ടി ഡ്രസ്സൊക്കെ അയച്ചപ്പോഴാണ് ആളൊന്ന് ഫ്രീ ആയത്. സമ്മാനങ്ങളാണ്. അപ്പോൾ അവരിത് അവൻ്റെ സർപ്രൈസ് ബോക്സ് ഇതാ പൊട്ടിച്ചു. എന്താ നോക്കാവാണ്ടേ, അതൊരു കളി വണ്ടിയായിരുന്നു ഉള്ളിൽ. അത് അവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് പോകാൻ പറഞ്ഞിട്ടാണ് അവർ പൊട്ടിച്ചത്. റെഡിയാക്കി വണ്ടി റെഡിയാക്കി അതിൽ ആളിനെ ഇരുത്തി. അതിൻ്റെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് കറക്റ്റായി. അത് ഡ്രസ്സൊക്കെ അയച്ച് വന്ന് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് വെളിയിൽ മെല്ലെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. അവളെ ഡ്രസ്സൊക്കെ അയച്ചപ്പോൾ ആൾ നല്ല സന്തോഷമായി. വേർത്ത് കണ്ടില്ല ചൂട്. ഇത് കുഞ്ഞുകുട്ടിയും ആളെ വീട്ടിൽ വിളിക്കുന്നവർ കുഞ്ഞു എന്നാട്ടെ, ഈ വലിയ ആളിനെ. ഹായ് കുഞ്ഞു. പിന്നെ ഭക്ഷണം കഴിക്കണോടൊപ്പം ഇപ്പോൾ കറണ്ട് പോയിട്ടോ. നെയ്ച്ചോറും ബീഫ് കറിയായിരുന്നു. ബീഫും ഉരുളക്കിഴങ്ങ് ഇട്ടൊരു കറി. കറണ്ട് പോയപ്പോൾ എല്ലാവരും മൊബൈലൊക്കെ എടുത്ത് സഹകരിച്ചു, ലൈറ്റൊക്കെ എടുത്ത് സഹകരിച്ചു. പിന്നെ അവസാനം അവിടുത്തെ കുട്ടികളുടെ ഭാഗത്ത് ചെറിയൊരു ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. സമയം 10 മണിയായിട്ടോ. പിന്നെ മെല്ലെ പോകാൻ പറഞ്ഞു, അവിടെ മെല്ലെ ഇറങ്ങി. എല്ലാം എൻ്റെ അടുത്ത് ടാറ്റ പറഞ്ഞു. ഓക്കെ, പിന്നെ അടുത്ത വീഡിയോസിൽ കാണാം. ബായ്.